السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയം നിറഞ്ഞ ഫോക്കസ് പഠിതാക്കളെ, നമുക്ക് ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ എത്തിയതോടു കൂടെയാണല്ലോ അറബിക് ഭാഷ വന്നത്. മുസ്ലിമീങ്ങളുടെ ഇന്ത്യയിലെ ആഗമനം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. സിന്ധ് ആദ്യമായി കീഴടക്കിയത് മുഹമ്മദ് ബിൻ ഖാസിമാണ്. അത് ഏത് വർഷത്തിലാണെന്നാണ് ചോദ്യം. അതെ, സിന്ധ് മുഹമ്മദ് ബിൻ ഖാസിം കീഴടക്കിയത് 712 ക്രിസ്താബ്ദം 712 ഹിജിരി 92 ഹിജിരി 92, ക്രിസ്താബ്ദം 712. ഓക്കെ, നമുക്കറിയാം ഏകദേശം ഇതേ കാലഘട്ടത്തിലാണ് സ്പെയിനിലും മുസ്ലിമീങ്ങൾ എത്തിയത്. ത്വാരിഖ് ഇബ്നു സിയാദ് സ്പെയിനിൽ എത്തി, സ്പെയിൻ കീഴടക്കിയതും ഇതേ ഹിജറ 92 തന്നെയാണ്. നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. അപ്പൊ മുഹമ്മദ് ബിൻ ഖാസിമാണ് ആദ്യമായി ഇന്ത്യയിൽ വന്ന ഒരു മുസ്ലിം അധിനിവേശ നായകൻ. ആ വർഷം 712 പല എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. ഹിജിരി 92. ഇനി മുഹമ്മദ് ബിൻ ഖാസിമിന് ശേഷം ഇന്ത്യയിൽ വന്ന ഒരു മുസ്ലിം രാജാവ്, ഇന്ത്യ ആക്രമിച്ച മുസ്ലിം രാജാവ് എന്ന് പറയാം, അത് മുഹമ്മദ് ഗസ്നവിയാണ്. ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്നു. അങ്ങനെ 17 അല്ലെങ്കിൽ 17 പോരാട്ടങ്ങൾ നടത്തി ഇന്ത്യക്കാർക്കെതിരെ. ആ ഒരു കാലഘട്ടമാണ് ഇവിടെ ചോദിച്ചത്. ഏത് കാലഘട്ടത്തിലാണ്, ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് മുഹമ്മദ് ഗസ്നവി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ പല രാജാക്കന്മാരോടും പോരാടി ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയതെന്നാണ് ചോദ്യം. ആൻസർ കറക്റ്റ് ആണ്. 1001 മീലാദി 1001 മുതൽ 1027 വരെയാണ്. 1001 മുതൽ 1027 വരെയാണ്. അപ്പൊ ആദ്യമായി ഇന്ത്യയിൽ വന്ന ഒരു മുസ്ലിം അധിനിവേശ സേന മേധാവി മുഹമ്മദ് ബിൻ ഖാസിം ആണെങ്കിൽ അതിനുശേഷം വന്നത് മുഹമ്മദ് ഗസ്നവിയാണ്. ഇന്ത്യ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നത് മുഹമ്മദ് ഗസ്നവിയാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇവിടെ 17 തവണ ആക്രമിച്ചു, സ്വത്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ വർഷമാണ് ഇവിടെ ചോദിച്ചത്. ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 1001 മുതൽ 1027 മീലാദി വരെയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മുസ്ലിം സൽത്തനത്ത്, ഭരണകൂടം ഏതാണ്? നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മുസ്ലിം സൽത്തനത്ത് ഭരണകൂടം അൽ മമാലിക് ആണ്. അടിമ വംശമാണ്, സ്ലൈവ്ഡ് വംശമാണ്. മമാലിക് അടിമ വംശം അല്ലെങ്കിൽ സ്ലൈവ്ഡ് വംശം. അവരാണ് ആദ്യമായി ഇന്ത്യയിലൊരു അധിനിവേശം, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം. ജാദ് വന്നു ദൗലത്ത് തുഗ്ലക് ഭരണകൂടം വന്നു. ബാദ ഡാഷ്, ഏത് ഭരണകൂടത്തിന് ശേഷമാണ് തുഗ്ലക് വംശം വന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, വെരി ഗുഡ്. ജാദ് ദൗലത്ത് തുഗ്ലക് വംശം വന്നത് ബാദ ഡാഷ്, ഏത് വംശത്തിന് ശേഷമാണ്? ഖിൽജി വംശത്തിന് ശേഷമാണ് തുഗ്ലക് വംശം വന്നത്. ഓക്കെ, അപ്പോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആദ്യത്തെ മുസ്ലിം ഭരണകൂടം ഏത്? മമാലിക്. പിന്നത്തത് ഏത്? ചിലപ്പോൾ 4 ഭരണകൂടം കൊടുത്തിട്ട് ഇതിനെ ഓർഡർ ആക്കാൻ മുൻപ് PSCക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയാണ് സിന്ധ് ആദ്യമായി കീഴടക്കിയത്. അതുകൊണ്ട് തന്നെ ഫാത്തിഹു ബിലാദ് സിന്ധ് എന്ന് അദ്ദേഹത്തിന് ലഖബ് വന്നു. അദ്ദേഹത്തിന് ആരാണ് പറഞ്ഞയച്ചത്? PSCക്ക് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ഖാസിം സഖഫിയെ സിന്ധിലേക്ക് പറഞ്ഞയച്ച ഗവർണർ ആരായിരുന്നു? ഹജ്ജാജ് ഇബ്നു യൂസുഫ് ആണ്. എന്നാൽ ഡൽഹി സുൽത്താനേറ്റിലെ
രണ്ടാമത്തെ ഭരണകൂടം ഏതാണ്? ഡൽഹി സുൽത്താനത്തിലെ രണ്ടാമത്തെ ഭരണകൂടം ഖിൽജി വംശമാണ്. ഡൽഹി സുൽത്താനത്തിലെ രണ്ടാമത്തെ ഭരണകൂടം ഖിൽജി വംശമാണ്. ഓക്കെ. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചു ഡൽഹി കീഴടക്കിയത് 1192 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെ ഇന്ത്യയിൽ വന്നത് മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറി 1192 പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചു. ആദ്യം 1191 പൃഥ്വിരാജ് ചൗഹാനുമായിട്ടൊരു യുദ്ധം നടത്തിയിരുന്നു. പക്ഷേ അതിൽ വിജയിക്കാൻ മുഹമ്മദ് ഗോറിക്ക് സാധിച്ചില്ല. രണ്ട് യുദ്ധത്തിനും ഒരു പേരുണ്ടല്ലോ, ഒന്നാം ഡാഷ് യുദ്ധം, രണ്ടാം ഡാഷ് യുദ്ധം. ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? 1191 ഒന്നാം ഡാഷ് യുദ്ധം നടന്നു. യെസ്, വെരി ഗുഡ്. തറൈൻ യുദ്ധം. 2 തറൈൻ യുദ്ധം നടന്നു. ഹരിയാനയിലാണല്ലോ തറൈൻ എന്ന സ്ഥലം, അല്ലേ? അപ്പോ 2 തറൈൻ എന്ന യുദ്ധം നടന്നു. ഒന്നാം തറൈൻ യുദ്ധം, രണ്ടാം തറൈൻ യുദ്ധം. ഒന്നാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനോട് പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹം അടങ്ങിയിരുന്നില്ല. ഒരു എക്സാമിൽ തോൽക്കുമ്പോഴേക്കും ഇനി എനിക്കാവില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്തത്, എന്തൊക്കെയായിരുന്നു എൻ്റെ ഫാൾട്ട്, കഴിഞ്ഞ എക്സാമിൽ മൈനസ് കിട്ടാൻ കാരണം എന്താണ് എന്നൊക്കെ നന്നായി അവലോകനം ചെയ്ത് തൊട്ടടുത്ത വർഷം തന്നെ 1192 കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയ പൃഥ്വിരാജ് ചൗഹാനോട് തന്നെ ഏറ്റുമുട്ടി വിജയം വരിച്ചു. അങ്ങനെ മുഹമ്മദ് ഗോറിയാണ് ഇന്ത്യയിലൊരു മുസ്ലിം ഭരണകൂടം അടിത്തറ പാകിയത്. അദ്ദേഹം ഇന്ത്യയിലൊരു ഭരണകൂടം സ്ഥാപിക്കണമെന്ന് ഉദ്ദേശിച്ച് ഇവിടെ വന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് പോവേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അടിമയായ ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോയത്. അങ്ങനെ ഖുത്ബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നു. യഥാർത്ഥത്തിൽ മുഹമ്മദ് ഗോറി ഭരണകൂടം സ്ഥാപിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇന്ത്യയിൽ വന്ന് തറൈൻ യുദ്ധം എന്ന ഹരിയാനയിലെ തറൈൻ എന്ന സ്ഥലത്ത് നിന്ന് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവേണ്ടി വന്നു. പെട്ടെന്ന് അങ്ങനെ പോവേണ്ടി വന്നു. അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹം ഖുത്ബുദ്ദീൻ ഐബക്കിനെ, അദ്ദേഹത്തിന്റെ അടിമയായ ഖുത്ബുദ്ദീൻ ഐബക്കിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഖുത്ബുദ്ദീൻ ഐബക്ക് ഒരു ഭരണകൂടം ഇവിടെ സ്ഥാപിച്ചു. അദ്ദേഹം അടിമയായതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തിന് എന്ത് പേര് വന്നു? അടിമവംശം എന്ന് പേര് വന്നു. 1206 ആ ഭരണകൂടം സ്ഥാപിക്കുന്നത്. 1290 വരെ നീണ്ടു നിന്നു. അടുത്തത് ഖിൽജി വംശമാണ്. 1290 മുതൽ 1320 വരെ. തുഗ്ലക്ക് വംശം 1320 മുതൽ 1414 വരെ. സയ്യിദ് വംശം 1414 മുതൽ 1451 വരെ. ലോധി വംശം 1451 മുതൽ 1526 വരെ. ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന 5 ഭരണകൂടമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ചുരുക്കി വായിക്കുകയാണെങ്കിൽ AKTS എന്ന് പറയാം, അല്ലെ? AKTS. ആദ്യം അടിമ വംശം വന്നു, പിന്നെ ഖിൽജി വംശം വന്നു, പിന്നെ തുഗ്ലക്ക് വംശം വന്നു, സയ്യിദ് വംശം, ലോധി വംശം. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. 1526 മുഗളന്മാർ വന്നു ഡൽഹി സുൽത്താനത്തിലെ അവസാന രാജവംശമായ ലോധി വംശത്തിനെ പരാജയപ്പെടുത്തി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി നമുക്കറിയാം ഇബ്രാഹിം ലോധി ആയിരുന്നു. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകൂടം ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഭരണകൂടമായിരുന്നു. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ തന്നെ, ദൗലത്ത് ഖാൻ ലോധി എന്ന് പറയാം,
ഇബ്രാഹിം ലോധിയുടെ ഒരു കുടുംബക്കാരൻ ദൗലത്ത് ഖാൻ ലോധി, അദ്ദേഹം ബാബറിനെ കോൾ ചെയ്യാണ്. ബാബർ ഇറാഖിലും ആ ഏരിയയിലൊക്കെ ഭരണം നഷ്ടപ്പെട്ട് ഇങ്ങനെ എങ്ങോട്ടാണ് ഞാൻ പോവുക, എന്റെ ഭരണമൊക്കെ നഷ്ടപ്പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്. എവിടുന്ന കോൾ വരുന്നത്? ഇന്ത്യയിൽ നിന്നാണ്. ആരാണ്? ദൗലത്ത് ഖാൻ ലോധി. എന്തിനാ വിളിക്കുന്നത്? ഇവിടെ ഇബ്രാഹിം ലോധിയുടെ ഭരണകൂടം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്റെ കുടുംബമൊക്കെ തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുകയാണ്, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ, അദ്ദേഹത്തിനെ ഒന്ന് പരാജയപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചിട്ട് ദൗലത്ത് ഖാൻ ലോധി ബാബറിനെ ഇന്ത്യയിലേക്ക് വിളിക്കുകയാണ്. 1526 മുഗൾ ഭരണ സ്ഥാപകൻ ബാബർ ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് ദൗലത്ത് ഖാൻ ലോധിയെ അങ്ങോട്ട് കൊന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാൽ തന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ദൗലത്ത് ഖാൻ ലോധി എങ്ങനെയെങ്കിലും ബാബറിനെ ചതിയിലൂടെ കൊല്ലാനൊക്കെ ശ്രമിക്കുമെന്നുള്ള ആദ്യം തന്നെ വിളിച്ച ആളെ പരാജയപ്പെടുത്തി. അതിനുശേഷമാണ് ഇബ്രാഹിം ലോധിയെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി. അങ്ങനെ 1526 ലോധി വംശം അവസാനിച്ചു. ഇന്ത്യയിൽ മുഗൾ ഭരണകൂടം വരുന്നു. മുഗൾ ഭരണകൂടത്തിലെ 4ാമത്തെ സുൽത്താൻ നമുക്കറിയാം, ജഹാംഗീർ. ഓപ്ഷൻ എ ആണ്. ജഹാംഗീർ ആണ് മുഗൾ ഭരണകൂടത്തിലെ 4ാമത്തെ സുൽത്താൻ. നമുക്കറിയാം മുഗൾ ഭരണകൂടത്തിലെ ആ സുൽത്താൻമാരെ നമ്മൾ നിർബന്ധമായി പഠിക്കണം. മുഗൾ ഭരണകൂടത്തിൽ ഒരുപാട് രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ സുൽത്താൻമാർ 6 പേരേ ഉള്ളൂ. ആദ്യം ബാബർ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ മകൻ ഹൂമയൂണിന്റെ മകൻ അക്ബറിന്റെ മകൻ ജഹാംഗീർ, പിന്നെ ഷാജഹാൻ, ഔറംഗസീബ്. ഇവരാണ് ആ പരമ്പരയിലെ 6 മുഗൾ രാജാക്കന്മാർ. ഇവിടെ ബാബറിന്റെ മകൻ ഹൂമയൂൺ ആണല്ലോ. ഹൂമയൂണിന്റെ ഭരണത്തിന് ഇടയിൽ ചെറിയൊരു രാജവംശം വരുന്നുണ്ട്. ചാറ്റ് ബോക്സിൽ ഒരു 2 ചോദ്യങ്ങൾ കാണുന്നു. ഇവർ ചക്രവർത്തിമാരല്ലേ? ഞാൻ രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ ചക്രവർത്തിമാരും രാജാക്കന്മാരാണ്, എല്ലാ രാജാക്കന്മാരും ചക്രവർത്തിമാരല്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിന് ഉത്തരം നമുക്ക് നോക്കാം. എന്താണ് ചക്രവർത്തിമാരും രാജാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം? രാജാക്കന്മാർ എന്നാൽ ഓരോ ചെറിയ ചെറിയ രാജ്യങ്ങളെ ഭരിക്കുന്ന ആളായിരിക്കും. എന്നാൽ ചക്രവർത്തിമാരാകുമ്പോൾ ചെറിയ രാജ്യങ്ങളെ ഭരിക്കാം, അതോടുകൂടെ കുറെ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു രാജാവായിരിക്കും. ചക്രവർത്തിമാരായിട്ട് 6 പേരാണ് ഉണ്ടായിരുന്നത്: ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ ചക്രവർത്തി ബാബർ ആണല്ലോ. അതിനുശേഷമുള്ള ചക്രവർത്തി ഹുമയൂൺ ആണ്. ഹുമയൂൺ ഭരിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി മറ്റൊരു ഭരണകൂടം ഇവിടെ വന്നിരുന്നു. ആ ഭരണകൂടത്തിന്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചു വന്നത്. സൂർ രാജവംശം. രാജവംശത്തിന്റെ പേര് സൂർ രാജവംശം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ഒരു സൂർ രാജവംശത്തിന്റെ സ്ഥാപകനാണ് ഷേർഷാ സൂരി. ഷേർഷാ സൂരി, വെരി ഗുഡ്. ഷേർഷാ സൂരിയാണ് സൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ. ഇദ്ദേഹം എന്താ ചെയ്ത്? മുഗൾ ഭരണകൂടത്തിലെ ഹുമയൂൺ എന്ന ഭരണാധികാരിയെ പരാജയപ്പെടുത്തി അദ്ദേഹം ഭരണം ഏറ്റെടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടു. 1540 മുതൽ 1555 വരെ ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഇടയിൽ ഭരിച്ചത് സൂർ രാജവംശമാണ്. അതിൽ ആദ്യത്തെ ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ഈ ഷേർഷാ സൂരിയും ഹുമയൂണും രണ്ടും PSCക്ക് അതുവരുടെ മരണവുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഹുമയൂൺ ഭരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ഷേർഷാ സൂരി ഭരണം പിടിച്ചെടുത്തല്ലോ.
ഷേർഷാ സൂരി ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്മുടെ സൈന്യത്തിന്റെ ഒരു ബീരങ്കി അറിയില്ലേ, അല്ലെങ്കിൽ വെടിമരുന്ന് ശാല, ബീരങ്കി കേട്ടിട്ടില്ലേ? ആ ഈ ബീരങ്കി എന്തോ ഒരു കംപ്ലൈന്റ് വന്നപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു, ആർക്കും അത് നന്നാക്കാൻ കഴിയില്ല, ഞാൻ അതിന്റെ ഉള്ളിൽ കയറി നന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി അത് തീ പിടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം വെന്ത് മരിച്ചു. ഭയങ്കര ധൈര്യമായിരുന്നു. വെടിമരുന്ന് ശാലയിലെ തീപിടുത്തിൽ നിന്ന് മരിച്ച സൂർ ഭരണാധികാരി ആരെന്ന് ചോദ്യം വരാറുണ്ട്. ധൈര്യം കൂടിയാൽ അപകടമാണല്ലോ. അദ്ദേഹമാണ് ഷേർഷാ സൂരി. അങ്ങനെ സൂർ രാജവംശത്തിലെ ഷേർഷാ സൂരി മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പരമ്പര അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1555 ഇവിടുന്ന് ഷേർഷാ സൂരിയോട് പരാജയപ്പെട്ട് മുങ്ങിയ ഹൂമയൂൺ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ കുറച്ചു കാലം, 1 വർഷമാണ് പിന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ അദ്ദേഹം ലൈബ്രറിയിൽ നിന്നും വീണ് മരിച്ചു. ഓക്കെ, രണ്ട് ചോദ്യം വരാറുണ്ട്. ഈ നമ്മുടെ പടക്ക നിർമ്മാണം അല്ലെങ്കിൽ വെടിമരുന്ന് ശാല, അതിൽ തീ പിടിച്ച് മരിച്ച ആളാണ് ഷേർഷാ സൂരി. ആ സൂർ വംശം തിരിച്ചെടുത്ത ഹുമയൂൺ വെറും 1 വർഷം മാത്രം ഭരിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ലൈബ്രറിയിൽ നിന്നും, അതിന്റെ ലൈബ്രറിയുടെ പടിക്കെട്ടിൽ നിന്നും, ഷേർമണ്ഡലം എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ലൈബ്രറിയുള്ള ഇതിന്റെ പേര്. ഇത് ഞാനിപ്പോ പറഞ്ഞ പോയിന്റുകൾ ജനറൽ വിഭാഗത്തിലാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഈ ഷേർഷാ സൂരിയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മക്തബ് ലൈബ്രറിയുടെ പടിക്കെട്ടിൽ നിന്നും വീണ് മരിച്ച ആളാണ് ഹുമയൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ബാബർ വരുന്നു, ഹുമയൂൺ വരുന്നു. അതിന്റെ ഇടയിൽ ഹുമയൂൺ ഭരണം തുടങ്ങി അവസാനിക്കുന്നതിന്റെ ഇടയിൽ സൂർ രാജവംശം വരുന്നുണ്ട്. അതിനുശേഷം ഹുമയൂൺ തിരിച്ചു വന്ന് 1 കൊല്ലം കഴിയുമ്പോഴേക്കും മരിക്കുന്നു. അപ്പോൾ അക്ബറിന് കുറച്ച് വയസ്സുള്ളൂ, 14 വയസ്സെങ്ങാനും ഉള്ളൂ. അപ്പോൾ അക്ബർ ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. 13-ാം വയസ്സിൽ തന്നെ ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജഹാംഗീർ വരുന്നു, ഷാജഹാൻ വരുന്നു, ഔറംഗസീബ് വരുന്നു. പിന്നെ കുറെ രാജാക്കന്മാർ വന്നു. അവസാനം ബഹദൂർ ഷാ എന്ന ഭരണാധികാരി, ബഹദൂർ ഷാ 2ാമൻ വരുന്നു. ഏറ്റവും അവസാനത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ 2ാമൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഭാജ്സാബ് എന്ന് ഇവിടെ പഠിക്കാം. ഭാജ്സാബ് മുഗൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികൾ. മുൻപ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, അൽ ഫതാവൽ ആലംഗീരിയ യുഅറഫു ബി ഡാഷ്. 2023 നടന്നൊരു കാറ്ററ്റ് എക്സാമിനാണ് ചോദിച്ചതെന്ന് എന്റെ ഓർമ്മ. ഫതാവൽ ആലംഗീരിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അൽ ഫത്താവ അൽ ഹിന്ദിയ. എല്ലാവരുടെ ആൻസറും ശരിയാണ്, അൽ ഫത്താവ അൽ ഹിന്ദിയ. ഓക്കെ, എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം മുൻപ് സെറ്റ് എക്സാമിന് ചോദിച്ചിരുന്നു. മറ്റു പല എക്സാമുകളും ചോദിക്കാറുണ്ട്. ഇത് സെറ്റ് എക്സാമിന് ഡയറക്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അൽ ഫത്താവൽ ആലംഗീരിയ വലിയൊരു ഫത്താവ കൃതിയാണ്. അത് ഏത് മദ്ഹബിലെ കൃതിയാണെന്നാണ് ചോദ്യം. പല ആൻസറും വരുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ ഹനഫി മദ്ഹബിലെ കിതാബാണ്. ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അൽ ഫത്താവ അൽ ആലംഗീരിയ. അൽ ഫത്താവൽ ആലംഗീരിയ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്? ഫത്താവൽ ആലംഗീരിയ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച ഭരണാധികാരിയാണ് ചോദിച്ചത്. ഓക്കെ, ഫത്താവൽ ആലംഗീരിയ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണാധികാരി, വെരി ഗുഡ്, ഔറംഗസീബാണ്. ഔറംഗസീബാണ് ഫത്താവൽ ആലംഗീരിയ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചത്. ഫിഖ്ഹി കിതാബാണ്, ഹനഫി മദ്ഹബിലെ കിതാബാണ്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും ഏഷ്യക്കും പുറത്തുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വലിയ വലിയ ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഫത്താവൽ ഹിന്ദിയ. ഫത്താവൽ ആലംഗീരിയ. ആലംഗീർ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ ലഖബാണല്ലോ, ഫാത്തിഹുൽ ആലം എന്നാണ് ആലംഗീറിന്റെ അർത്ഥം.
അപ്പോ ആലംഗീർ എന്നറിയപ്പെടുന്ന ഔറംഗസീബ് പറഞ്ഞത് കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് അൽ ഫത്താവൽ ആലംഗീരിയ എന്നും ഇതിന് പേരുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയതാണ്, നമുക്കറിയാം. ഇവിടെ പല ചോദ്യങ്ങളും ഫത്താവൽ ആലംഗീരിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് നേതൃത്വം നൽകി ആസത്തിട്ടോ മൻ തറഅസ നിലാമുദ്ദീൻ അൽ ബുർഹാൻ പൂരി. നിലാമുദ്ദീൻ അൽ ബുർഹാൻ പൂരി. ഓക്കെ, നിലാമുദ്ദീൻ അൽ ബുർഹാൻ പൂരിയുടെ നേതൃത്വത്തിലാണ് ഇത് ക്രോഡീകരിച്ചത്. ഔറംഗസീബാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലത്തിന് ഇത്രയും പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കേട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുക്രുൽ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.